പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തു ചെയ്യും എന്ന ചോദ്യത്തിനു മുന്നിൽ ആകെ പകച്ചു നിൽക്കുകയാണ് മനു. രക്ഷപ്പെടാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനു ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് കോടതിയിൽ മനു എന്തു ചെയ്യണം എന്നറിയാതെ തകർന്ന് നിന്നു പോകുന്നത്. ഇതോടെ സൂരജ് തന്റെ വിജയം ആഘോഷിക്കുകയാണ്. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു. ഇനി ഒരിക്കലും അവനൊരു തിരിച്ചുവരവില്ല. മാത്രവുമല്ല, അവൾ എന്നേക്കുമായി എന്റേതായി മാറുകയും ചെയ്യും. ഇതിൽ കൂടുതൽ സന്തോഷം എന്താണ് എനിക്ക് വേണ്ടത്? ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും എന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന അവസാന സമയത്താണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് അഞ്ജലിയും വക്കീലും കടന്നു വരുന്നത്. ഇതേ തുടർന്ന് ദാമുവിനെ കുറിച്ച് അറിഞ്ഞ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുകയാണ്. കോടതിയോട് ദാമു ആഭരണങ്ങൾ വാങ്ങിയതും അതുപോലെ തന്നെ അവിടെ നിന്ന് ലഭിച്ചതിനുമുള്ള തെളിവുകൾ വക്കീൽ ഹാജരാക്കുകയാണ്. പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ച വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മനു പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. മനു യഥാർത്ഥത്തിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. മനുവിനെ തട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. അതിൽ ഇടയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും വ്യക്തമാക്കുന്ന വക്കീൽ ദാമുവിന്റെ ഭാര്യയുടെ മൊഴിയും ഇതേ തുടർന്ന് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ സൂര്യ ആകെ ഞെട്ടിപ്പോകുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ചോദ്യം മുൻപിൽ ബാക്കിയായതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് സൂര്യ. ദാമുവിനെ പിടികൂടിയാൽ പിന്നെ അന്വേഷണം തൻ്റെ നേർക്ക് വരും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും? എങ്ങനെയാണ് എനിക്കിപ്പോൾ രക്ഷപ്പെടാൻ സാധിക്കുക? മുതലായ ചോദ്യങ്ങൾ മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ്. കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന അവൻ ഇതേ തുടർന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഉടൻ തന്നെ പുതിയ പ്ലാനുകൾ മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതേ സമയം തെളിവുകളുടെ കാര്യത്തിൽ പോലീസിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് കോടതി വിധിക്കുകയാണ്. സംശയത്തിന്റെ നിഴൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റവാളിയായി മനുവിനെ കാണാൻ സാധിക്കുകയുമില്ല. മനുവിന് ജാമ്യം നൽകാനാണ് ഇപ്പോൾ കോടതി ഉത്തരവിടുന്നത്. മാത്രവുമല്ല, കൃത്യമായ അന്വേഷണം വീഴ്ച വരാതെ ഉടൻ തന്നെ നടത്തണം എന്നുള്ള നിർദ്ദേശവും കോടതി പോലീസിന് നൽകിയതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ സൂര്യ. ഇതോടെ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന മനു അഞ്ജലിയെ ചെന്ന് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. നീയില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു വഴിത്തിരിവ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമായിരുന്നില്ല. നീ കാരണമാണ് എനിക്കിപ്പോൾ കുറ്റം തെളിയിച്ച് പുറത്തു വരാൻ സാധിച്ചത്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നീ മാത്രമാണ് വിശ്വസിച്ചത്. ബാക്കി എല്ലാവരും എന്നെ തള്ളി പറയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് കേട്ടതിനെ തുടർന്ന് അഞ്ജലി, ഞാൻ കാരണമാണ് ഇതൊക്കെ മനുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം മനുവിനെ രക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഒരു ഭാര്യയുടെ കടമ തന്നെയാണ്. എനിക്ക് മനുവിനെ രക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണമായിരുന്നു. ഒടുവിൽ ഞാൻ കൊടുത്ത വാക്ക് പാലിക്കുകയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അഞ്ജലി. ഇതേ തുടർന്നാണ് മനുവിനെയും കൂട്ടിക്കൊണ്ട് അഞ്ജലി വീട്ടിലേക്ക് തിരികെ വരുന്നത്. ഇത് വീട്ടുകാരെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. ഇതേ തുടർന്ന് മുത്തശ്ശി ഒടുവിൽ ക്ഷമ പറയുന്നതിന് തയ്യാറായി ചെന്ന് കണ്ടിരിക്കുകയാണ് അഞ്ജലിയെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.